ഇതിലും പടം ഒരു രക്ഷയില്ല. ഇത് ഒരു വാർ ആക്ഷൻ പടമാണ്. അതായത് ഈ ഡയറക്ടറിൻ്റെ മുന്നത്തെ സിനിമകൾ തന്നെ നല്ല വയലൻസും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് പടം മൊത്തം പോയേക്കണം. ഇത് സ്ലോ പേസിലാണ് പോണത്, എന്നാൽ സ്റ്റഡി ആയിട്ടാണ് പടം പോണത്. അതായത് ലാഗ് കാര്യങ്ങളല്ല, ഒരു വലിയൊരു വേൾഡ് അങ്ങ് ബിൽഡ് ചെയ്ത് പഴയ കാലത്താണ് കഥ നടക്കുന്നത്. ഇതിൻ്റെ സെറ്റ് കാര്യങ്ങൾ ആർട്ട് വർക്ക് കിടിലനായിട്ടുണ്ട്, കിടിലൻ ആർട്ട് വർക്കാണ്. അതായത് നമുക്ക് ഒരിക്കലും സെറ്റ് ഫീൽ ചെയ്യുക ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു സ്ഥലം ഉണ്ടാക്കിയെടുത്തേക്കണമെന്നൊന്നും തോന്നുന്നില്ല. പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടാണ് സെറ്റ് വർക്കൊക്കെ ചെയ്തേക്കണം. അതേപോലെ തന്നെ VFX ബ്ലെൻഡ് ചെയ്തേക്കണം അടിപൊളിയായിട്ടാണ്. കിടിലം പടമാണ്. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ശിവാണ്ണയുടെ ഒരു വരവുണ്ട്, എൻ്റെ പൊന്നോ. തിയേറ്റർ എക്സ്പീരിയൻസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. പിന്നെ അതുമാത്രമല്ല ധനുഷും കിടിലാണ്. ധനുഷിൻ്റെ താടിയുള്ള ലുക്കും ആ പരിപാടി വെറുതെ കിടിലനായിരുന്നു. പിന്നെ കില്ലർ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്, അതിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും അടിപൊളി ഇതിൻ്റെ മേക്കിംഗ് ആണ്, അന്യായ മേക്കിംഗ്. അതായത് ഒരു ടറന്റീനോ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. അതേപോലെ തന്നെ ആ ഡങ്കർക്കിൻ്റെയും ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സെയിം സാധനമല്ല, ആ ഒരു പാറ്റേണിലുള്ള ഒരു സംഭവം അത് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേ ലോങ് ഷോട്ട്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതിനകത്ത് ഈ ഫ്രെയിംസിൽ ആൾക്കാരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കേൾക്കണൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫ്രെയിംസൊക്കെ ഫില്ല് ചെയ്തേക്കണത്. പിന്നെ എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ധനുഷും ശിവാണയും തകർത്തിട്ടുണ്ട് പടത്തിനകത്ത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും അടിപൊളിയായിരുന്നു. ഇവർ ഓരോ സീൻ ബിൽഡ് ചെയ്യണതാണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും വാർ സീക്വൻസ് ഒക്കെ കിടിലനായിരുന്നു പടത്തിനകത്ത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ അടിപൊളിയാണ്, നല്ല കിടിലൻ സൗണ്ട് ഡിസൈനാണ്. പിന്നെ ജി പ്രകാശിൻ്റെ പാട്ടുകളും പിന്നെ BGM എല്ലാം സിറ്റുവേഷൻ അനുസരിച്ച് സിങ്കായി വന്നിട്ടുണ്ട്. കിടിലനായിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് വർക്കാണിത്. ഒരു വാർ ആക്ഷൻ ഡ്രാമ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വന്നതാണ്. ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെ അടിപൊളിയാണ്. മേക്കിംഗ് കാണാൻ വേണ്ടി തന്നെയാണ്. ഇൻ്റർവൽ ബ്ലോക്കിൻ്റെ സമയമാണെങ്കിലും ക്ലൈമാക്സ് ഒക്കെ ഒരു അഡ്രനാൽ റഷ് തന്നെ ഇതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും പൊങ്കൽ വിന്നറാണ് എന്തായാലും. അയലാൻ്റെ കാര്യം എന്താണെന്ന് അറിയൂടാ, പക്ഷേ ഇത് ഒരിക്കലും എത്ര എക്സ്പെക്റ്റേഷൻ വെച്ച് വന്നാലും ഒരിക്കലും ഇതല്ല. സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് സ്ലോ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ക്ലൈമാക്സ് ഒരു അരമണിക്കൂർ ഒരു രക്ഷയില്ല. ശിവാണ്ണയുടെ സ്ക്രീൻ പ്രസൻസ് വെറുതെ വന്ന് പുള്ളി നിന്നാൽ മതി. അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ് ശിവാണ്ണക്ക്. അതുപോലെ തന്നെ ധനുഷായിട്ടുള്ള കോമ്പിനേഷനും അടിപൊളിയായിരുന്നു. ധനുഷും തകർത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. പക്ക ആക്ഷൻ പാക്ട്, കംപ്ലീറ്റ്ലി ആക്ഷൻ പാക്ട് ഒരു എൻ്റർടൈനറാണ്. നമുക്ക് ഒരു വെടിമുകയില്ലാത്ത ഒറ്റ സീൻ പോലും ഇല്ലെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഫുള്ളാണ്. ഒരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റംസിലൊക്കെ വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. നല്ല ക്രാഫ്റ്റിംഗ്, നല്ല വിഷ്വൽസ്, നല്ല മേക്കിംഗ്, ഓവറോൾ ഒരു ഗംഭീര പടം. ധനുഷ് പൊളി, ശിവരാജ് കുമാറും പൊളി. അവസാനം 2 പേരുടെ ഒരു മാസ് സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് തിയേറ്റർ വാച്ചിങ് മൂവി. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ KGF തോന്നിച്ചായിരുന്നു. KGF അതൊക്കെ ഒരു വേറൊരു ലെവലാണല്ലോ. അത് വേറൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതും വേറൊരു രീതിയിലാണ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹാപ്പിയാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇത്തവണത്തെ പൊങ്കൽ വിന്നർ ക്യാപ്റ്റൻ മില്ലർ ആയിരിക്കും. കാരണം പടത്തിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ഫ്രെയിമിംഗ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ടോപ്പ് ക്ലാസ് ആയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് പടം കണ്ടിറങ്ങിയ ഫീലാണ് പടം കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയത്. DOP എല്ലാം ടോപ്പ് ക്ലാസ്. മാസ്, പ്യുവർ മാസ്. പറയേണ്ട ആവശ്യമുണ്ട്. പുള്ളി സ്ക്രീനിൽ വന്ന് അറിഞ്ഞാണ്ടല്ല, വേറെ ലെവലായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് സാധനം. ധനുഷിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ശിവരാജ് കുമാർ. ജയിലറിന് ശേഷം ശിവരാജ് കുമാർ വീണ്ടും സൗത്ത് ഇന്ത്യയിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ കാലഘട്ടം കാണിച്ചിരിക്കുന്ന കാലത്തെ ആ ഒരു പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. പിന്നെ ഗ്രാഫിക്സ് ഇല്ലാതെ തന്നെ റിയലായിട്ട് ചിത്രീകരിച്ച 60-ലധികം സ്ഫോടനങ്ങൾ ഈ സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്ഫോടന രംഗങ്ങൾ ആ ഇമ്പാക്റ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത്. കാരണം ഗ്രാഫിക്സ് ആണെങ്കിൽ CG ആണെങ്കിൽ നമുക്കത് എടുത്ത് മുഴച്ചിരിക്കും. ഇത് അങ്ങനെയൊന്നുമില്ലാതെ അതിഗംഭീരമായ ഒരു ആക്ഷൻ എൻ്റർടൈനറായിട്ടാണ് ക്യാപ്റ്റൻ മില്ലർ വന്നിരിക്കുന്നത്. പടം കിടിലൻ പടമാണ്. അത് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞാൽ ധനുഷിൻ്റെ ഒക്കെ പെർഫോമൻസ് നല്ല വെടിച്ചിലും പെർഫോമൻസ്. ധനുഷ് മാത്രമല്ല, ശിവരാജ് കുമാറൊക്കെ ലാസ്റ്റ് വന്നപ്പോൾ നല്ല കിടിലായിട്ട് വന്നിട്ട്. പിന്നെ ഇതിൽ മെയിൻ എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് BGM ചെയ്തിട്ടുണ്ട്. BGM സൗണ്ട് സ്കോറും എല്ലാവരും നല്ല കിടിലായിട്ട് വന്നിട്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാനുള്ള എല്ലാ സംഭവം മാസമാണ്, ത്രൂ ഔട്ട് മാസ്. അതായത് ധനുഷൊക്കെ ചില നേരത്ത് പറഞ്ഞാൽ വരുവേണ്ട നമുക്ക് തന്നെ സീറ്റിലിരുന്ന് എനിച്ചിരുന്ന് തല്ലാൻ തോന്നുന്നു ആരെങ്കിലൊക്കെ. അമ്മാതിരി ഒരു സംഭവമാണ്. എന്തായാലും കൊള്ളാം. ട്രെയിലർ കണ്ടൊരു ഇത് കിട്ടിയിട്ടില്ല. ട്രെയിലർ ഭയങ്കര ഹൈപ്പായിട്ടാണ് ട്രെയിലർ കണ്ടത്. പക്ഷേ എനിക്ക് അതിൻ്റെ അത്ര ഒരു കിട്ടിയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് ഭയങ്കര ഹിപ്പാക്കിയേക്കും. അതൊക്കെ ഒരു 1 ടൈം വാച്ച് മൂവി, ആവറേജ് മൂവി
ഒന്ന് കാണാം കേട്ടോ. എന്തോ പെർഫോമൻസ് ധനുഷ് അടിപൊളിയാണ്. ധനുഷ് ഒന്നും പറയാനില്ല. അതനുസരിച്ചുള്ള പടം പായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ ശിവനൊന്നും നമ്മൾ നേരത്തെ ശിവണൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. ശിവയ്ക്ക് ഭയങ്കര ഹൈപ്പ്. കാരണം ശിവണൻ്റെ പഴയ പടങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹൈപ്പായിട്ടാണ് വന്നത്. പക്ഷേ ഇതൊന്നും ഒന്നും തോന്നില്ല. ശിവരാജ് കുമാറിനൊന്നും അത്ര അവർ ഉപയോഗിച്ചിട്ടില്ല ശരിക്കും പറയണേ. കുഴപ്പമില്ല, ആവറേജ് പടം.